മതി, ഇനി ഇവിടെ വെച്ചൊന്നും പറയാതെ. കൃഷ്ണയ്ക്ക് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ധനൻ ദേവിയെ നോക്കി പറഞ്ഞപ്പോൾ അവൾ തലകുലുക്കിക്കൊണ്ട് ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് ഗൗരിയെ ഡിസ്ചാർജ് ചെയ്തു. നിങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ നിൽക്കുക, ഞാൻ കാർ എടുത്തിട്ട് വരാം. ഗൗരിയെ അവിടെ ഇരുത്തിയാൽ മതി. ട്രിപ്പ് ഇട്ടതുകൊണ്ട് തലയുറക്കം വരും. ധനൻ പറഞ്ഞുകൊണ്ട് പാർക്കിങ്ങിൻ്റെ അവിടെ പോയപ്പോൾ ഗൗരിയെ ചെയറിലിരുത്തി ദേവി അവളുടെ അടുത്തിരുന്നു. അപ്പോഴാണ് ആക്സിഡന്റ് പറ്റിയ ഒരു ചെറുപ്പക്കാരനെ ആരൊക്കെയോ സ്ട്രെച്ചറിൽ കിടത്തിക്കൊണ്ട് ട്രോമ കെയറിലേക്ക് കൊണ്ടുപോയത്. പാവം, നല്ല പരിക്കുണ്ട്. ദേവി പറഞ്ഞപ്പോൾ ഗൗരി നിലത്ത് വീണ് കിടക്കുന്ന അവൻ്റെ മുറിവിൽ നിന്ന് വീണ ബ്ലഡിലേക്ക് നോക്കി. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ചേച്ചി എന്താ? ദേവി കുഴഞ്ഞു വീഴാൻ പോയ ഗൗരിയെ ചേർത്ത് പിടിച്ചു. കാറെടുത്ത് തിരിച്ചു വന്നിട്ട് അവരെ വിളിക്കാൻ വന്ന ധനൻ കാണുന്നത് ദേവിയുടെ മടിയിൽ കുഴഞ്ഞു കിടക്കുന്ന ഗൗരിയെയായിരുന്നു. അവൻ വെപ്രാളത്തോടെ അവരുടെ അരികിൽ ഓടി വന്നു. എന്തു പറ്റി പെട്ടെന്ന്? ബ്ലഡ് കണ്ട ചേച്ചിക്ക് തല കറങ്ങും. ഇപ്പോൾ ഒരു ചേട്ടനെ ആക്സിഡൻ്റായി കൊണ്ടുപോയത് കണ്ടതാ, ദേവി ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഉടനെ ധനൻ സിസ്റ്ററിൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞപ്പോൾ കാഷ്വാലിറ്റിയിലേക്ക് ഗൗരിയെ മാറ്റിയിരുന്നു. ആക്സിഡൻറ്റ് പറ്റിയ ചെറുപ്പക്കാരൻ്റെ മുറിവൊക്കെ ക്ലീൻ ചെയ്യുന്നത് കണ്ട് ദേവി തിരിഞ്ഞു നിന്നു. അവൻ്റെ കാലിനും കൈക്കുമായിരുന്നു മുറിവ്. ബോധമുണ്ടായിരുന്നു. മുറിവിൽ മരുന്നൊഴിക്കുമ്പോൾ അവൻ ഉറക്ക വിളിക്കുന്നത് കണ്ട് ധനനും നെറ്റി ചുളിച്ചു. ദേവി സഹതാപത്തോടെ അവനെ നോക്കി. സിസ്റ്റർ വന്ന് രണ്ടുപേരോടും പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. ഗൗരിക്കും അവനുമിടയിൽ ഒരു കർട്ടൻ സ്ഥാനം പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് ഗൗരിക്ക് ബോധം തെളിഞ്ഞിരുന്നു. അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഡ്രിപ്പിന്റെ സ്റ്റാൻഡാണ് കണ്ടത്. ഗൗരി മുഖം ചരിഞ്ഞ് നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞുകൊണ്ട് കിടത്തുന്നതാണ് കണ്ടത്. അവൻ വേദന കൊണ്ട് പുളയുന്നത് കണ്ട് ഗൗരിക്കും കരച്ചിൽ വന്നു. വേദനയെടുത്ത് മുഖം ചരിച്ചു നോക്കിയവൻ കണ്ടത് തന്നെ നോക്കി കണ്ണു നിറച്ച് കിടക്കുന്ന ഒരു പെണ്ണിനെയായിരുന്നു. അവൻ അവളെ തന്നെ നോക്കിയപ്പോഴാണ് ഡോക്ടർ വന്ന് അവൻ്റെ കാലിൽ അമർത്തി പിടിച്ചു നോക്കിയത്. അവൻ നിലവിളിച്ചു പോയി. ഗൗരി ചുണ്ടു കൂട്ടിപ്പിടിച്ച് കണ്ണു നിറച്ച് അവനെ നോക്കുകയായിരുന്നു. അർജുൻ, ഈ ഭാഗത്ത് വേദനയുണ്ടോ? ഡോക്ടർ അവൻ്റെ കാൽമുട്ടിൻ്റെ താഴെ അമർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവൻ തലയാട്ടി. എക്സ്റേയിൽ കാലിന് പൊട്ടലുണ്ട്, പിന്നെ കയ്യിലെ മുറിവിന് ആഴം കൂടുതലാണ്, സ്റ്റിച്ചിടണം. തലയിടിച്ചതായി ഓർമ്മയുണ്ടോ? ഹെൽമറ്റ് ഉണ്ടായിരുന്നു, തലയിടിച്ചിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നെങ്കിൽ CT സ്കാൻ എടുക്കാം. തൽക്കാലം സ്റ്റിച്ചിടണം, അത് കഴിഞ്ഞ് പ്ലാസ്റ്റർ ഇടാൻ കൊണ്ടുപോകാം. ഡോക്ടർ സിസ്റ്ററിനെ എന്തൊക്കെയോ ഏൽപ്പിച്ചിട്ട് ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ഡ്രിപ്പ് ഇട്ടയുടനെ എഴുന്നേറ്റ് നടന്നത് എന്തിനാ? പെട്ടെന്ന് BP ഷൂട്ടായതാണ്. എന്താ പേടിക്കാനുണ്ടായത്? ഡോക്ടർ ഗൗരവത്തോടെ ചോദിച്ചു. ഗൗരി തലചരിച്ച് അർജുനെ നോക്കി. ചേച്ചിക്ക് ബ്ലഡ് കണ്ടാൽ തല കറങ്ങും ഡോക്ടർ. ആ ചേട്ടനെ കൊണ്ടുവന്നപ്പോൾ ഉള്ള ബ്ലീഡിങ് കണ്ടതാണ്, ദേവി വന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഗൗരിയെ നോക്കി. എന്തിനാടോ അതിനൊക്കെ പേടിക്കുന്നത്? താൻ ഒരു സ്ത്രീയല്ലേ, എല്ലാ മാസവും മറ്റൊരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതല്ലേ. ബ്രേവായിരിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ വരേണ്ടി വരും കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞ് പോവാം, പിന്നെ ആളിനെ വീൽ ചെയറിൽ കൊണ്ടുപോയാൽ മതി, ഡോക്ടർ ദേവിയോട് പറഞ്ഞുകൊണ്ട് പോയി. എൻ്റെ ചേച്ചി ഇങ്ങനൊരു തൊട്ടാവാടി ആയിപ്പോയല്ലോ. ദേവി അങ്ങനെ പറഞ്ഞപ്പോൾ ഗൗരി അവളെ കൂർപ്പിച്ചു നോക്കി. ധനൻ അർജുൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിനോട് സംസാരിക്കുകയായിരുന്നു അന്നേരം. നേഴ്സ് സ്റ്റിച്ചിടാൻ വന്നപ്പോൾ അർജുൻ്റെ മുഖത്തെ പേടി കണ്ട് ഗൗരിക്കും പേടി വന്നു. കർട്ടൻ വലിച്ചിട്ടുകൊണ്ട് സിസ്റ്റർ അവർക്കിടയിലെ കാഴ്ച മറച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് അറ്റൻഡർ വീൽ ചെയറുമായി വന്നു. ധനൻ ഗൗരിയെ പിടിച്ച് അതിലേക്കിരുത്തി. പോകുമ്പോൾ ഗൗരി അർജുനെ നോക്കി. വേദന കൊണ്ട് മുഖം ചുളിച്ച് കിടക്കുകയായിരുന്നു അവൻ. ചെറുതായി മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ധനൻ അർജുൻ്റെ കാര്യം പറഞ്ഞത്. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു ആ പയ്യന്. ഏതോ പ്രൈവറ്റ് ബസ്സുകാരൻ ഇടിച്ചു തെറിപ്പിച്ചതാ. അവൻ്റെ കൂട്ടുകാരാണ് അവിടെ എത്തിച്ചത്. പാവം, ധനൻ പറഞ്ഞപ്പോൾ ഗൗരിക്ക് വേദന കൊണ്ട് പിടയുന്നവൻ്റെ മുഖം നെഞ്ചിലൊരു നോവായി തെളിഞ്ഞു വന്നു. വലിയ പ്രശ്നമാണോ? കാലിന് പൊട്ടലുണ്ടെന്ന്. അവനാണെങ്കിൽ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലെന്ന്. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചതാണെന്ന്. പിന്നെ അമ്മുമ്മയാണ് വളർത്തിയത്. കുറച്ചുനാൾ മുൻപേ അവരും പോയി. ഇനിയിപ്പോൾ അവനെ നോക്കാൻ ആരുമില്ല, നെടുവീർപ്പോടെ ധനൻ പറഞ്ഞു. ദേവിക്കും പാവം തോന്നി. ഗൗരിക്ക് എന്തോ അവൻ്റെ നിഷ്കളങ്കമായ മുഖം മനസ്സിലേക്ക് പിന്നെയും കടന്നു വന്നു. എന്താണ് ഇത്രയും നേരം താമസിച്ചത്? അംബിക വന്നപാടെ അവരെ നോക്കി ആകുലതയോടെ ചോദിച്ചു. എന്തു പറയാനാ മൂട്ടി, ചോര കണ്ട തല ഇറങ്ങി വീഴുന്നവളാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ, ധനൻ നെടുവീർപ്പോടെ പറഞ്ഞപ്പോൾ ഗൗരി തലകുനിച്ചു. ആര്? ധനൻ അംബികയോട് ഹോസ്പിറ്റലിലെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ കുഞ്ഞേ, ഇത്രയ്ക്ക് മനസ്സിന് കട്ടിയില്ലാത്തവളാണോ നീ? അതൊക്കെ പോട്ടെ,
ചൂടുവെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ട്. ഹീറ്ററിൽ പോയി മേല് കഴുകിയിട്ട് വാ, കഞ്ഞി തരാം. എല്ലാവരും പോയി ഫ്രഷ് ആകും. അംബിക പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ ദേവി ഗൗരിയെയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ധനൻ അർജുൻ്റെ കാര്യം അംബികയോട് പറയുന്നത്. കഷ്ടമായിപ്പോയി. അപ്പോൾ ഇനി ഹോസ്പിറ്റലിൽ 2 ദിവസം കിടക്കേണ്ടി വരുമല്ലോ. ഇവിടെ അടുത്തായിരുന്നെങ്കിൽ നിനക്കെങ്കിലും ഇടയ്ക്കൊന്ന് പോയി നോക്കായിരുന്നു. കേട്ടിട്ട് എന്തോ വിഷമം പോലെ അംബിക വിഷമത്തോടെ പറഞ്ഞു. ഗൗരി മുഖമുയർത്തി ധനനെ നോക്കി. ധനേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ? ഗൗരി അവനെ നോക്കി പറഞ്ഞു. ദേവിയും അംബികയും അവളെ നോക്കി. എന്താ? തൽക്കാലം അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരാൻ 1 മാസം ആകുമെന്നല്ലേ പറഞ്ഞത്? അതുവരെ എനിക്കൊരു ജോലി വേണ്ടേ? ഞാൻ ആ പുള്ളിക്കാരനെ നോക്കാൻ ഹോം നേഴ്സായി പോയാലോ? ധനൻ ദേഷ്യത്തോടെ അവളെ നോക്കി. അതിൻ്റെ ഒരു ആവശ്യമില്ല. കുറച്ച് സമയം കണ്ട പരിചയത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യങ്ങൾ നോക്കാൻ നീ പോകണ്ട കൃഷ്ണ. അതിനാണോ നീ എനിക്കൊപ്പം വന്നത്? അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരട്ടെ, അതുവരെ എങ്ങോട്ടും ജോലിക്ക് പോകണ്ട. സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ കമ്പനിയുള്ള ആളാണ് അർജുൻ. അയാൾക്ക് ഇഷ്ടം പോലെ ഹോം നേഴ്സിനെ കിട്ടും. അല്ലാതെ നീ പോയിട്ട് വേണ്ട. ഇനി അതിനെപ്പറ്റി എന്നോട് സംസാരിക്കരുത്. ധനൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോകുന്നത് കണ്ട് ഗൗരി കണ്ണു നിറച്ച് തല കുനിച്ചു. പാവം തോന്നിയിട്ടാമേ, ഒരു മനുഷ്യനല്ലേ? വേദന കൊണ്ട് പുളയുന്നതും നീങ്ങിപ്പോയ വസ്ത്രം നേരെ ഇടാൻ പോലും പറ്റാതെ നിസ്സഹായനായി കിടക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഗൗരി അംബികയെ നോക്കി പറഞ്ഞു. മോളെ, നീ നല്ല കുട്ടിയാ. മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണുന്നവർ വളരെ വിരളമാണ്. എന്നാൽ ഈ കാര്യത്തിൽ കണ്ണൻ പറഞ്ഞു തന്നെയാണ് എൻ്റെയും തീരുമാനം. അംബിക തീർത്തു പറഞ്ഞു. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഗൗരിയുടെ മനസ്സിലേക്ക് അർജുൻ്റെ മുഖം കടന്നു വന്നു. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? വേദന എടുക്കുന്നുണ്ടാവുമോ? സ്റ്റിച്ച് ഇട്ടതല്ലേ, നല്ല വേദനയുണ്ടാവും. ഗൗരി മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കടന്നു. ഗൗരിക്ക് പനിയായതുകൊണ്ട് ദേവിയെ അംബിക തൻ്റെ മുറിയിലാണ് കിടത്തിയത്. പിറ്റേന്ന് രാവിലെ ധനൻ മുൻപ് അവൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിലേക്ക് പോയി. MBA കഴിഞ്ഞ് HR മാനേജറായി ജോലി ചെയ്യുമ്പോഴായിരുന്നു ധനൻ്റെ അച്ഛൻ അവരുടെ ബിസിനസ് ധനനെ ഏൽപ്പിക്കുന്നത്. ടൗണിൽ ഒരു തടിമില്ലും ഫിനാൻസും ഒരു ടെക്സ്റ്റൈൽസും ഉണ്ടായിരുന്നു മേലെടുത്തുകാർക്ക്. ധനനായിരുന്നു അതൊക്കെ നോക്കി നടത്തിയിരുന്നത്. മാനേജരെ കണ്ട് സംസാരിച്ചപ്പോൾ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള അവരുടെ ഓഫീസിൽ HR മാനേജറുടെ പോസ്റ്റ് ഒഴിവുണ്ടെന്ന് മാനേജർ പറഞ്ഞു. 1-ാം തീയതി മുതൽ ജോയിൻ ചെയ്തോളാൻ മാനേജർ അവനോട് പറഞ്ഞു. സന്തോഷത്തോടെയാണ് ധനൻ തിരികെ വന്നത്. ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ എത്തിയപ്പോഴാണ് ധനന് അർജുൻ്റെ കാര്യം ഓർമ്മ വന്നത്. റിസപ്ഷനിൽ പോയി അർജുൻ്റെ കാര്യം തിരക്കി. റൂമിലേക്ക് മാറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. റൂമിൻ്റെ നമ്പർ ചോദിച്ചിട്ട് ധനൻ റൂമിലേക്ക് പോയി. നോക്ക് ചെയ്ത് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ഡ്രിപ്പ് ഇട്ട് കിടക്കുന്ന അർജുനെ. കാലിലും കയ്യിലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കൺകോണിലൂടെ കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നത് ധനൻ കണ്ടിരുന്നു. അർജുൻ. ധനൻ പതുക്കെ വിളിച്ചപ്പോൾ അവൻ മുഖത്തുനിന്ന് കൈയെടുത്തു മാറ്റി അവനെ നോക്കി. ഇന്നലെ കണ്ടയാളാണെന്ന് അർജുന് ഓർമ്മ വന്നു. വേദനയുണ്ടോ? ധനൻ അവൻ്റെ അടുത്തുള്ള ചെയറിലിരുന്നു കൊണ്ട് തിരക്കി. ശരീരത്തിനേക്കാളും മനസ്സിനാണ് വേദന. കണ്ടില്ലേ, കാലും കൈയും അനക്കാൻ പറ്റാതെ, ഒരു തുള്ളി വെള്ളം പോലും എടുത്തു തരാൻ ആളില്ലാതെ. ധനൻ സങ്കടത്തോടെ അവനെ നോക്കി. ഫ്രണ്ട്സ് ആരും ഇല്ലേ? അവർക്കൊക്കെ കുടുംബമുണ്ട്. എൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? പറ്റുമെങ്കിൽ ഒരു ഉപകാരം ചെയ്യുമോ? അർജുൻ അവനോട് ചോദിച്ചു. ധനൻ തലയാട്ടി. ഒരു ഹോം നേഴ്സിനെ ഏർപ്പാട് ചെയ്യുമോ? വേറെ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം. പക്ഷേ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല. ധനന് അവൻ്റെ അവസ്ഥയോർത്ത് വല്ലാത്ത വേദന തോന്നി. അവൻ ഫോണും എടുത്ത് പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു. അർജുൻ വിഷമിക്കണ്ട, തൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എപ്പോൾ പോകാമെന്ന് പറഞ്ഞു? ക്യാനില മാറ്റാൻ സിസ്റ്റർ ഇപ്പോൾ വരും. അത് കഴിഞ്ഞ് പോകാം. ഞാൻ കാറിലാണ് വന്നത്, നമുക്ക് കാറിൽ പോവാം. ധനൻ അതും പറഞ്ഞ് അവനെ നോക്കി പുഞ്ചിരിച്ചു. അർജുൻ വേദനയിൽ കുതിർന്നൊരു പുഞ്ചിരി നൽകി. ഏകദേശം ഉച്ചയോടെ അടുത്തിരുന്നു അർജുനെ ഡിസ്ചാർജ് ചെയ്യാൻ. അറ്റൻഡറുടെയും സെക്യൂരിറ്റിയുടെയും സഹായത്തോടെ അർജുനെ ധനൻ കാറിലിരുത്തി. തനിക്ക് പരിചയമില്ലാത്ത വഴിയിലൂടെ കാറ് പോയപ്പോൾ അർജുൻ ഒന്ന് പരിഭ്രമിച്ചു. ഇതുവഴിയല്ല, ലെഫ്റ്റ് തിരിയണം. അറിയാം, പിന്നെ എന്തിനാ ഇതുവഴി പോകുന്നത്? അർജുൻ, താൻ ടെൻഷനാവണ്ട. തന്നെ നന്നായി നോക്കാൻ പറ്റുന്നവരുടെ അടുത്തേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ശരിയോ തെറ്റോ ഒന്നും എനിക്കറിയില്ല. തന്നെ ഇന്നലെ കുറച്ച് സമയം കണ്ട പരിചയം മാത്രമേ ഉള്ളെങ്കിലും താൻ എനിക്ക് ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ. തൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഉപേക്ഷിച്ച് പോരാൻ തോന്നുന്നില്ല. തന്നെ അത്രയും പറഞ്ഞ് അവനെ നോക്കി. അർജുന് തൊണ്ടയിലെന്തോ കുടുങ്ങിയതുപോലെ തോന്നി. സങ്കടമോ സന്തോഷമോ അങ്ങനെ എന്തെല്ലാമോ. ഒരു വീടിൻ്റെ മുന്നിൽ കാർ നിർത്തിയപ്പോൾ അർജുൻ അവനെ സംശയത്തോടെ നോക്കി. അകത്തുനിന്നും
പ്രായമുള്ള മുണ്ടും നേരിതുമെടുത്ത് ഒരു ഐശ്വര്യമുള്ള സ്ത്രീ ഇറങ്ങി വന്നു. കൂടുതൽ അടുത്തേക്ക് വന്നപ്പോൾ അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. എൻ്റെ അപ്പച്ചിയ അംബിക. ധനൻ അർജുന് പരിചയപ്പെടുത്തി കൊടുത്തു. ധനൻ വീൽ ചെയർ എടുത്ത് ഉമ്മറത്ത് വെച്ചു. അർജുനെ ഒരു വിധത്തിൽ താങ്ങി നിർത്തി. അർജുൻ മോനെ, നീയായിരുന്നോ? ഈശ്വര, ഞാൻ എന്തേ കാണണേ? അംബിക നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി. ടീച്ചറമ്മയുടെ അടുത്തേക്കാണ് ഞാൻ വരുന്നതെന്ന് അറിഞ്ഞില്ല, അർജുൻ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. ധനൻ അവനെ താങ്ങി വീൽ ചെയറിലിരുത്തി. നിങ്ങൾക്ക് നേരത്തെ അറിയോ? അർജുൻ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. വെറും സ്റ്റുഡൻ്റ് അല്ല, ബ്രേവ്, ഇൻ്റലിജൻസ്, ക്ലാസ് ടോപ്പർ. അങ്ങനെ പറഞ്ഞാൽ മതിയാവില്ല, അംബിക അഭിമാനത്തോടെ പറഞ്ഞു. അവരെവിടെ? അകത്തുണ്ട്. ഗൗരി കിടക്കുക, ദേവി അപ്പുറത്തുണ്ട്. അർജുൻ്റെ കണ്ണുകൾ അറിയാതെ അകത്തേക്ക് പാഞ്ഞു. ധനൻ്റെ മുറിയിലേക്കാണ് അർജുനെ കൊണ്ടുപോയത്. ഒരു വിധത്തിൽ അർജുനെ ധനൻ ബെഡിലേക്ക് കിടത്തി. യൂറിൻ കണ്ടെയ്നറും താഴെ വെച്ച് കൊടുത്തു. ഞാൻ ഒരു ബുദ്ധിമുട്ടായി അല്ലേ? അർജുൻ വല്ലായ്മയോടെ ധനനെ നോക്കി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ? അതെ, പ്രിയപ്പെട്ട ടീച്ചർ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റിന് കഞ്ഞിയെടുക്കുക, ധനൻ കളിയാക്കി പറഞ്ഞപ്പോൾ അംബിക അവനെ കൂർപ്പിച്ചു നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി. ധനൻ ഗൗരിയുടെ റൂമിലേക്ക് പോയപ്പോൾ അവൾ നല്ല ഉറക്കമായിരുന്നു. ദേവി കയ്യിൽ കുറെ കോവലുമായി കയറി വന്നു. നീ എവിടെ പോയായിരുന്നു പെണ്ണെ? ഒരു ഗസ്റ്റ് വന്നത് അറിഞ്ഞില്ലേ? ധനൻ ചോദിച്ചപ്പോൾ ദേവി ഒന്ന് കുടുങ്ങി. അമ്മയാണോ ധനേട്ടാ? അയ്യോ, അവരല്ല, നീ വാ കാണിച്ചു തരാം. ധനൻ അവളുടെ കൈയും പിടിച്ച് അർജുൻ്റെ അടുത്തേക്ക് പോയി. അർജുനെ കണ്ടപ്പോൾ ദേവി പകപ്പോടെ ധനനെ നോക്കി. ഇതപ്പോ? അതൊക്കെ ഇപ്പോൾ. ഇന്നു മുതൽ നമ്മളെല്ലാവരും കൂടി അർജുനെ നോക്കും. എല്ലാം കഴിഞ്ഞ് കൂലി ചോദിച്ചു വാങ്ങാന്നേ, ദേവിയുടെ ചുമലിൽ കൂടി കൈയിട്ടുകൊണ്ട് കളിയായി ധനൻ പറഞ്ഞപ്പോൾ ദേവി അവനെ കൂർപ്പിച്ചു നോക്കി. അവൾ അർജുൻ്റെ അടുത്തേക്ക് പോയി. അർജുൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. വേദനയുണ്ടോ ചേട്ടാ? ഉണ്ട്, ഇപ്പം കുറവുണ്ട്. നിങ്ങളെയൊക്കെ കണ്ടതുകൊണ്ടാവും, ഒറ്റയ്ക്കല്ലാന്നൊരു തോന്നൽ, അർജുൻ അവളെ നോക്കി പറഞ്ഞപ്പോൾ ദേവി അവൻ്റെ പ്ലാസ്റ്റർ ഇട്ട കാലിലേക്ക് നോക്കി. കാലിൻ്റെ പാദം നീര് വെച്ചിട്ടുണ്ട്. കേട്ടോ അർജുൻ, ഇതാണ് എൻ്റെ ഭാവി ഭാര്യ ദേവി കൃഷ്ണ. ധനൻ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ ദേവിയുടെ മുഖത്തെ നാണം കണ്ട് അർജുന് ചിരി വന്നു. ഒരാൾ കൂടിയുണ്ട് ഇവിടെ, ഉറക്കവ, പനിയായിരുന്നു, ക്ഷീണമുണ്ട്. അവനത് പറഞ്ഞപ്പോൾ അർജുൻ്റെ മനസ്സിൽ ഗൗരിയുടെ മുഖം തെളിഞ്ഞു വന്നു. ഞാൻ കണ്ടിരുന്നു ഇന്നലെ. അപ്പോഴേക്കും അംബിക കഞ്ഞു കൊണ്ടുവന്നു. ധനൻ അവനെ ബെഡിൽ നേരെ ഇരുത്തി. അംബിക തന്നെ അവന് കഞ്ഞു കോരി കൊടുത്തു. ഒറ്റയ്ക്കായിരുന്നു ഇത്രയും നാളെന്നായിരുന്നല്ലോ അമ്മൂട്ടിയുടെ പരാതി. ഇപ്പൊ വീട് നിറച്ചാളായില്ലേ? ധനൻ അംബിയുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അംബിക കളിയായി അവനെ തല്ലി. ആരുടെയൊക്കെയോ സംസാരം കേട്ടുകൊണ്ടാണ് ഉറക്കം മുറിഞ്ഞെഴുന്നേറ്റ് വന്ന ഗൗരി ബെഡിൽ ചാരിയിരിക്കുന്ന അർജുനെ കണ്ട് തറഞ്ഞു നിന്നു. ഗൗരി അർജുനെ കണ്ട് അതിശയത്തോടെ നോക്കി. വിശ്വസിക്കാനായിരുന്നില്ല അവൾക്ക്. അർജുൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ധനൻ കുളി കഴിഞ്ഞു വരുമ്പോൾ അവൾ വാതിൽപ്പടിയിൽ നിന്ന് അർജുനെ നോക്കുകയായിരുന്നു. സന്തോഷമായോ കുട്ടിക്ക്? ധനൻ കളിയാക്കി ചോദിച്ചപ്പോൾ ഗൗരി ചമ്മിയ മുഖത്തോടെ അവനെ നോക്കി. ഇതെപ്പോ വന്നു? കൊണ്ടുവന്നതാ ഞാൻ. പാവം. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അവിടെ കിടക്കുകയായിരുന്നു. അമ്മൂട്ടിയുടെ പ്രിയപ്പെട്ട ശിഷ്യനാ. ഗൗരി അതിശയത്തോടെ അവനെ നോക്കി. ഉണർത്തണ്ട, കിടന്നോട്ടെ, ധനൻ പറഞ്ഞപ്പോൾ ഗൗരി അർജുൻ്റെ അടുത്ത് വന്നു നിന്ന് അവനെ നോക്കി. കയ്യിലെ മുറിവിൽ ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ പ്ലാസ്റ്റർ ഉണ്ട്, വലതു കാലിലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. നിഷ്കളങ്കമായി ഉറങ്ങുകയാണവൻ. അവനോട് എന്തോ മുജ്ജന്മ ബന്ധമുള്ളതുപോലെ. ആദ്യം കണ്ടപ്പോൾ തന്നെ ഉള്ളിലൊരു നോവായി മാറിയത് എന്തിനായിരുന്നു? കണ്ട നിമിഷം മുതൽ ഈ മുഖം മനസ്സിൽ പതിഞ്ഞു പോയത് എന്തിനായിരുന്നു? ഒടുവിലിതാ ഒട്ടും പ്രതീക്ഷിക്കാതെ അരികിലെത്തിയപ്പോൾ സന്തോഷമാണോ തോന്നുന്നത്? നഷ്ടപ്പെട്ടത് എന്തോ തിരികെ കിട്ടിയതുപോലെയല്ലേ? ഗൗരി വാ. ധനൻ അവളെ വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ദേ വസുന്ധരേച്ചി, നിങ്ങളുടെ മോന് എൻ്റെ 2 പെൺമക്കളെയും കൂടെ പൊറപ്പിക്കാൻ വേണമെന്നാണോ? ഒരുത്തിയെ കൊണ്ടുപോയതിൽ തന്നെ അനിയത്തിയും കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇത് വെറുതെ വിടില്ല ഞാൻ. മൂത്തവൾ തൊലങ്ങി പോയാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ദേവി, അവളെ ഞാൻ എൻ്റെ ഏട്ടൻ്റെ മകന് കൊടുക്കാമെന്ന് ഏറ്റതാ. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും ഞാൻ. എല്ലാത്തിനെയും കോടതി കയറ്റും, നോക്കിക്കോ. കാർത്തിക് നിന്ന് വിറച്ചപ്പോൾ വിശ്വനാഥൻ കൈകെട്ടി സോഫയിൽ ഇരിക്കുകയായിരുന്നു. വസുന്ധര കരഞ്ഞുകൊണ്ട് വിശ്വനാഥനെ നോക്കി. അവനെ എനിക്കറിയാം മഹിയേട്ട. നമ്മുടെ മോൻ ദേവിയെ അല്ലാതെ മറ്റൊരു പെണ്ണെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അവരെ ആരോ കുടുക്കിയതാ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലേ? വസുന്ധര കരഞ്ഞപ്പോൾ വിശ്വനാഥൻ എഴുന്നേറ്റു. മെമ്പർ ഉൾപ്പെടെയുള്ള 5-6 നാട്ടുകാരെയും ആര്യനെയും അവൻ്റെ അമ്മയും ഒക്കെ കൂട്ടിയാണ് കാർത്തിക മേലടത്ത് വന്നത്. വിശ്വനാഥൻ ചേട്ടൻ ഇവരുടെ സങ്കടം കണ്ടില്ലേ? ഇവരുടെ 2 പെൺമക്കളുടെ
ജീവിതം നിങ്ങളുടെ മകൻ കാരണം നശിച്ചിരിക്കുകയാണ്. എത്രയും വേഗം അവനെ തിരിച്ചു വിളിച്ച് കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാക്കണം. ഈ നിൽക്കുന്ന ആരിനെ കണ്ടില്ലേ? അവൻ സ്നേഹിച്ച പെണ്ണും പോയി, കെട്ടാനിരുന്ന പെണ്ണും പോയി. നിങ്ങളുടെ മകൻ ഇല്ലാതാക്കിയത് 3 പേരുടെ ജീവിതമാണ്. മെമ്പർ അറപ്പോടെ പറഞ്ഞപ്പോൾ മാഷു പെട്ടെന്ന് എഴുന്നേറ്റ് മുൻപോട്ട് വന്നു. പെട്ടെന്ന് കാർത്തിക് എഴുന്നേറ്റ് അയാളെ ദഹിപ്പിച്ചു നോക്കി. എന്നാൽ അവരെ പുച്ഛിച്ചു നോക്കിക്കൊണ്ട് മാഷ് വിശ്വനാഥനെ നോക്കി. 3 ദിവസമായി ഇവിടെ ഓരോന്ന് സംഭവിക്കുന്നു. അതിന് പിന്നിൽ ഒരാൾ മാത്രമാണ്. എൻ്റെ 2 പെൺകുട്ടികളുടെയും ജീവിതം തകർത്തത് ധനനല്ല, ഈ നിൽക്കുന്ന ആര്യനാണ്. മാഷ് ആര്യന് നേരെ കൈ ചൂണ്ടിയപ്പോൾ ആര്യൻ അയാളെ പകയോടെ നോക്കി. എല്ലാവരും ഞെട്ടലോടെ മാഷിനെ നോക്കി. ദേ, അനിയത്തിയുടെ മകനെ രക്ഷിക്കാൻ എൻ്റെ മോനെ ബലിയേടാക്കുന്നോ? താൻ ആൾ കൊള്ളാലോ. അമ്മായി ചാടി എഴുന്നേറ്റ് തുള്ളിക്കൊണ്ട് പറഞ്ഞു. ആരാരെയും ബലിയേടാക്കിയതല്ല. ഈ ആര്യന് എൻ്റെ മോള് ഗൗരിയോട് സ്നേഹമൊന്നുമില്ല, ഭ്രാന്തായിരുന്നു. പലവട്ടം ഇവനെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ധനനായിരുന്നു അവളെ രക്ഷിച്ചതും ഇവനെ താക്കീത് ചെയ്തതും. ലോഡ്ജിൽ എൻ്റെ മോളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയത് ഇവനായിരുന്നു. ഇവനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത് ധനന്റെ അടുത്തേക്കായിരുന്നു. അങ്ങനെയാണ് പോലീസ് പിടിക്കുന്നതും കാര്യങ്ങൾ ഇതുവരെ എത്തിയതും. പിന്നെ ദേവി, ധനനെ വിശ്വാസമില്ലെന്ന് വിളിച്ചു പറഞ്ഞത് എൻ്റെ ഭാര്യ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. എല്ലാവരും കൂടി ചേർന്ന് 3 കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കി. ദേവിയെയും കൂടി ഇവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവൾ ധനനൊപ്പം പോയത്. പിന്നെ എൻ്റെ ഗൗരിയെ എനിക്കറിയാം. ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്തെ അവൾ കണ്ടിട്ടുള്ളൂ. ഗതികെട്ട നട്ടലില്ലാത്തൊരച്ഛനായി ഇനിയും എനിക്ക് ജീവിക്കാൻ വയ്യ. ഞാൻ പോവാ. മാഷ് കണ്ണു തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും അറപ്പോടെ കാർത്തികയെയും ആര്യനെയും നോക്കി.